കേരളത്തിനോട് തൊട്ടടുത്തെടുക്കുന്ന രാജ്യമാണ് മാൽദീവ്സ്. പക്ഷേ ഇങ്ങോട്ടേക്കുള്ള യാത്ര ഭയങ്കര ബുദ്ധിമുട്ടേറിയതാണ് കേട്ടോ. ഞാൻ പറയുന്നത് മാലി സിറ്റിയിലോട്ടല്ല. മാലി സിറ്റിയിലോട്ട് നമുക്ക് 1 മണിക്കൂറും 10 മിനിറ്റും കൊണ്ട് എത്താൻ പറ്റും. എന്നാൽ ഇത് ഞാൻ പറഞ്ഞു വന്നത് മാലിയിലെ ഐലൻഡുകളിലേക്കുള്ള യാത്രയാണ് കേട്ടോ. ഇത് ഞങ്ങൾ ഐലൻഡിൻ്റെ തൊട്ടടുത്തുള്ള എയർപോർട്ടാണ്. ഇത് ഡൊമസ്റ്റിക് എയർപോർട്ടാണ്. ഇവിടുന്ന് മാൽദീവിൻ്റെ ഫ്ലൈറ്റാണ് മാലിയിലോട്ട് ഓപ്പറേറ്റ് ചെയ്തത്. For safety reasons, it is forbidden to use laptop, mobile phones and other portable electronic devices during taxi, takeoff and landing. Smoking anywhere on this aircraft and carbon case to Makuruma, Hahana, smoke ticket, Ebaskota Kurumaki, ഞങ്ങളുടെ ഐലൻഡിലാണെങ്കിൽ എയർപോർട്ട് ഇല്ല. അതുകൊണ്ട് തന്നെ 3/4 മണിക്കൂറോളം, ഏകദേശം 1 മണിക്കൂറോളം യാത്ര ചെയ്ത് നമ്മളിവിടെ കുൽത്തുകുഷിയിലോട്ട് വരണം. അവിടെ വന്നിട്ട് വീണ്ടും മാലിയിലോട്ട് ഡൊമസ്റ്റിക് ഫ്ലൈറ്റ് എടുത്ത് പോകണം. അവിടെ നിന്നാണ് നാട്ടിലോട്ട് ഫ്ലൈറ്റ് വരിക കേട്ടോ. അത് ചോദിക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും ആകെ ഒരു ഇൻ്റർനാഷണൽ എയർപോർട്ടേ ഉള്ളൂ എന്നുള്ളത്. ഞങ്ങളുടെ ഐലൻഡിൻ്റെ തൊട്ടടുത്ത് തന്നെ വേറൊരു ഇൻ്റർനാഷണൽ എയർപോർട്ടും കൂടി ഉണ്ട്. പക്ഷേ അവിടുത്തെ ടിക്കറ്റ് ഫെയറിനെ കുറിച്ച് നേരത്തെ പറഞ്ഞില്ലേ, റോക്കറ്റ് പോലെ ആയിരിക്കും. അതുകൊണ്ട് തന്നെ മിക്ക സമയങ്ങളിലും ഈ ഒരു യാത്രയാണ് നമ്മൾ സെലക്ട് ചെയ്യാറ് കേട്ടോ. ഇവിടെ നിന്നുള്ള ടേക്ക് ഓഫിൻ്റെ സമയത്തുള്ള കാഴ്ച എന്ന് പറയുന്നത് അതിമനോഹരം തന്നെയാണ്. ഇത് കണ്ടോ, അങ്ങകലെ ദ്വീപ്. ഇങ്ങനെ പോയാലും വിലയിൽ ചെറിയ മാറ്റങ്ങൾ മാത്രമേ വരത്തുള്ളൂ കേട്ടോ. പിന്നെ ഒരു ആശ്വാസം, ഡൊമസ്റ്റിക് ഫ്ലൈറ്റ് റേറ്റ് എപ്പോഴും കോൺസ്റ്റൻ്റ് ആയിരിക്കും എന്നുള്ളതാണ് കേട്ടോ. ഇത് നമ്മൾ ടേക്ക് ഓഫിന് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടമായിട്ടുള്ള ഒരു കാഴ്ചയാണ് കേട്ടോ ഇത്, ഈ ഒരു യാത്ര എന്ന് പറയുന്നത്. ഈ ഒരു യാത്ര ഏകദേശം 1 മണിക്കൂർ എടുക്കും മാലിയിലോട്ടുള്ള യാത്ര. ഈ യാത്രയിൽ കാണുന്ന ഓരോ ആകാശ കാഴ്ചകളും ഭയങ്കര രസമാണ് കേട്ടോ. നമ്മുടെ ആകാശത്ത് നിന്ന് ഇങ്ങനെ താഴോട്ട് നോക്കുന്ന സമയത്ത് ഇന്ത്യൻ ഓഷനിൽ ഒരുപാട് ഇങ്ങനെ ഐലൻഡ്സ്, കുഞ്ഞു കുഞ്ഞായിട്ടുള്ള ഐലൻഡ്സുകൾ ഇങ്ങനെ മുട്ടിട്ട് പോലെ കിടക്കുന്നുണ്ട്. എന്ത് രസമാണെന്നറിയാം ആ കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മളെ ടേക്ക് ഓഫ് ഒക്കെ കഴിഞ്ഞു കേട്ടോ. ഇതേ നോക്കി ഇനി അങ്ങോട്ട് ഉറങ്ങാതെ കടലിൽ നോക്കി കിടക്കണം കേട്ടോ. എന്ത് രസമാണെന്ന് അറിയാം ഈ ഒരു കാഴ്ചകൾ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതുപോലുള്ള മാലദ്വീപ് വിശേഷങ്ങൾക്ക് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. ആൻഡ് ദ നെക്സ്റ്റ് വീഡിയോ, ഇറ്റ്സ് മീ വിദ്യ സൈനിങ് ഓഫ്.